കറുപ്പുസ്വാമിയെ സ്വപ്നം കണ്ടുകൊണ്ടാണ് സുകുമാരൻ ഞെട്ടി എഴുന്നേൽക്കുന്നത്. അയാൾ തന്റെ മകളെയും കൊണ്ട് ചെന്നൈക്ക് പോവുകയാണ്. യാത്രാമധ്യേ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു. ട്രെയിനിൽ തന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളോട് തിരക്കി കഴിയുമ്പോൾ സുകുമാരന് പോകേണ്ട സ്ഥലത്തേക്ക് അവിടെ നിന്ന് ഓട്ടോ കിട്ടും. റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും പോകേണ്ട കാര്യമില്ല എന്നറിയുന്നു. അങ്ങനെ അയാളും മകളും കൂടി അവിടെ ഇറങ്ങി ഓട്ടോയ്ക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇയാൾ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങുന്ന സമയത്ത് അയാളുടെ ബാഗ് ഒരു കമ്പിയിൽ കുരുങ്ങുന്നു. സുകുമാരൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കറുപ്പന്റെ ഒരു രൂപം അവിടെ ഇരുന്നൊരു ബാഗിൽ കാണാം. അയാൾ അതൊന്നും കാര്യമാക്കാതെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓട്ടോയുടെ അടുത്തെത്തി. എന്നാൽ ഓട്ടോക്കാരൻ അധികം കൂലിയാണ് ചോദിക്കുന്നത്. അതും പറഞ്ഞ് തർക്കിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു 4 പേര് അങ്ങോട്ട് കയ്യിൽ ആയുധങ്ങളുമായിട്ട് വരുന്നത് കാണിക്കുന്നത്. ഓട്ടോക്കാരൻ ഇത് കണ്ട് പേടിച്ചിട്ട് അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് ഓട്ടോ എങ്ങോട്ടും ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. അപ്പോഴേക്കും ആ ഗുണ്ടാസംഘം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരെയും കടന്നാക്രമിക്കുകയും മകളുടെ കഴുത്തിലുണ്ടായിരുന്ന മാല പൊട്ടിച്ചെടുക്കുകയും അയാളുടെ കയ്യിലെ ബാഗും കരസ്ഥമാക്കി അവരവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. അയാൾ പുറകെ ഓടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ പിടികൂടാനുള്ള ബലമൊന്നും ആ വൃദ്ധനുണ്ടായിരുന്നില്ല. എന്റെ ബാഗ് തന്നിട്ട് പോകൂ, അതിന്റെ അകത്തൊന്നുമില്ല എന്നയാൾ ഉറക്കെ കരയുന്നുണ്ടായിരുന്നു. സുകുമാരൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അയാളെ ആക്രമിച്ചു എന്നും സ്വർണ്ണമുണ്ടായിരുന്ന തന്റെ ബാഗ് അവര് തട്ടിക്കൊണ്ടുപോയി എന്നുമാണ് പരാതി. ഇതറിഞ്ഞ പോലീസുകാരി അത് കണ്ടുപിടിക്കുന്നതിന് പകരം ഇവരെ കുറ്റപ്പെടുത്തുകയും ഹരാസ് ചെയ്യുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെയെല്ലാം അവർ കുറ്റം പറയുന്നു. ഒരു സ്ലീവ്ലെസ് ഡ്രസ്സാണ് അവരിട്ടിരിക്കുന്നത്. സ്വർണ്ണമല്ലേ പോയുള്ളൂ, മാനം പോയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ എത്ര ഗ്രാമാണ് സ്വർണം ഉണ്ടായിരുന്നത് എന്ന് എഴുതി വാങ്ങിക്കാൻ കോൺസ്റ്റബിളോട് പറയുന്നു. അന്നേരമാണ് കളവ് പോയത് വെറും ഗ്രാമല്ല, 65 പവൻ സ്വർണ്ണമാണ് എന്നുള്ള കാര്യം പോലീസുകാർ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറച്ചു ദിവസത്തിനുള്ളിൽ പോലീസുകാർ കുറ്റവാളികളെ പിടികൂടി സ്വർണം റിക്കവർ ചെയ്തു. എന്നാൽ സ്വർണം നോക്കി ആ സുകുമാരൻ ഒരു കാര്യം മനസ്സിലായി. തന്റെ എല്ലാ സ്വർണവും അതിലില്ല. 45 പവൻ മാത്രമേ തിരികെ കിട്ടിയിട്ടുള്ളൂ. അത് പോലീസിനോട് തിരിച്ച് കംപ്ലൈന്റ് പറയുമ്പോൾ അവര് പറയുന്നത് റിക്കവർ ചെയ്യുമ്പോൾ കള്ളന്മാര് എടുത്ത സ്വർണം അങ്ങനെ തിരിച്ചു തരത്തില്ല, അവർ അതിൽ നിന്നൊരു 15 പവൻ എടുത്തുകൊണ്ട് പോയി സെലിബ്രേറ്റ് ചെയ്തു എന്നാണ് പോലീസുകാരി പറയുന്നത്. മാത്രമല്ല ഇവർക്ക് സ്വർണം വേണ്ടെങ്കിൽ അത് തിരികെ വാങ്ങി വെക്കാനും കോൺസ്റ്റബിളോട് പറയുന്നു. അങ്ങനെ വേറെ മാർഗമൊന്നുമില്ലാതെ സുകുമാരൻ ആ സ്വർണം ബാഗിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴാണ് മറ്റൊരു കാര്യം കൂടി കോൺസ്റ്റബിൾ പറയുന്നത്. നിങ്ങൾക്ക് ഈ സ്വർണം ഇങ്ങനെ ഇവിടും തരാൻ പറ്റത്തില്ല. റിട്ടേൺ ഓഫ് പ്രോപ്പർട്ടി പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതിയിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റത്തുള്ളൂ. പോലീസുകാരൻ അയാൾക്ക് ഒരു വിസിറ്റിംഗ് കാർഡും കൊടുക്കുന്നു. അത് ബേബി കണ്ണൻ എന്ന വക്കീലിന്റെയാണ്. അയാൾ നിങ്ങളെ സഹായിക്കുമെന്നും പോലീസുകാരൻ പറയുന്നു. സുകുമാരൻ നാട്ടിൽ നിന്ന് ചെന്നൈക്ക് വന്നത് തന്റെ മകളുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടി ആ സ്വർണം വിൽക്കാനാണ്. എത്രയും പെട്ടെന്ന് മോളുടെ സർജറി ചെയ്യണം. വോമിറ്റിംഗിലൂടെയോ മോഷനിലൂടെയോ ബ്ലഡ് കണ്ടു തുടങ്ങിയാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും. അതുകൊണ്ട് ഇവർക്ക് അധികം സമയവുമില്ല. ഇപ്പൊ കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. വയസ്സായ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ സ്ഥലം ഒരു ബിസ്ക്കറ്റ് കമ്പനിക്കാർക്ക് ലീസിന് കൊടുത്തു. എന്നാൽ ലീസിന്റെ കാലാവധി കഴിഞ്ഞിട്ടും എഗ്രിമെന്റ് പ്രകാരം ഈ കമ്പനി ആ സ്ഥലം ഇവർക്ക് തിരിച്ച് വിട്ടു നൽകാനായിട്ട് തയ്യാറാകുന്നില്ല. ഇത് കമ്പനിയുടെ സ്ഥലമാണെന്ന് പറഞ്ഞാണ് അവർ കോടതിയിൽ എത്തിയിരിക്കുന്നത്. അതും പോരാത്തതിന് ഇവർക്കെതിരെ ഈ ദമ്പതിമാര് കേസ് കൊടുത്തപ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ഫാക്ടറിയുടെ ആൾക്കാര് തങ്ങളെ ഈ ദമ്പതിമാര് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ടെല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കള്ളത്തരമാണെന്ന് ജഡ്ജിക്കും അറിയാം. ഇത് വാദിക്കുന്ന ബേബി കണ്ണൻ എന്ന വക്കീലിനും അറിയാം. ദമ്പതികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായിട്ടിരിക്കുന്ന പ്രീതി എന്ന വക്കീല് അവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കുന്നുണ്ട്. എന്നാൽ ബേബി കണ്ണൻ ക്രോസിംഗ് സ്റ്റേറ്റ്മെന്റ് പേപ്പറിൽ എഴുതി ജഡ്ജിക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു കോപ്പി പ്രീതിക്കും കിട്ടുന്നുണ്ട്. എന്നാൽ ആ പേപ്പറിൽ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് ആ പേപ്പറിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബേബി കണ്ണൻ പറയുന്നത് ഞാൻ എന്റെ പോയിന്റ്സ് എല്ലാം ആ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആ പേപ്പർ വായിച്ചു നോക്കിയിട്ട് ജഡ്ജി ഈ ദമ്പതിമാർക്കെതിരായിട്ട് വിധി എഴുതുകയും ചെയ്യുന്നു. ഇത് ശരിക്കും ബേബി കണ്ണനും ഈ ജഡ്ജിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്. ശരിക്കും ആ പേപ്പറിൽ ഒന്നുമില്ല. എന്നാൽ ഇതിനു മുമ്പേ ഇവരിതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അയാൾക്ക് കിട്ടേണ്ട കൈക്കൂലി അയാൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ ഈ ദമ്പതിമാർക്കെതിരെ വിധി എഴുതുകയാണ് ചെയ്തത്. അങ്ങനെ ഗുണ്ടകളായ ആ കമ്പനിക്കാർക്ക് ആ സ്ഥലം കിട്ടി. ഇത് അനുവദിച്ചു തരാൻ പറ്റില്ല, ഇത് തെറ്റാണെന്ന് വാദിക്കുന്ന പ്രീതിയെ കോടതി അലക്ഷ്യമാക്കിയാൽ പ്രീതിക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ജഡ്ജി പറയുന്നു. മാത്രമല്ല നിങ്ങൾക്ക് എന്റെ കോർട്ട് പറ്റില്ലെങ്കിൽ ഹൈക്കോർട്ടിൽ പോകാനും പറയുന്നു. കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രീതിയെ ബേബി കണ്ണനും വന്ന് പ്രവോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നത്തിന്റെ എല്ലാ നടുവിലേക്കാണ് സുകുമാരനും മകളും വന്നെത്തുന്നത്. അവർ ആ കോടതിയിലേക്ക് വരുമ്പോ ആ കോടതിയുടെ പരിസരത്തായിട്ട് ഒരു ചെറിയ അമ്പലമുണ്ട്. അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് ഈ കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠയാണ്. അയാൾക്ക് ആ പ്രതിഷ്ഠ കാണുമ്പോൾ എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട്. അവിടെ നിന്ന് പൂജാരിയോട് തിരക്കി കഴിയുമ്പോൾ ഈ കോർട്ടിൽ വന്ന് വിധിയാകാത്ത പല കേസുകളും ഈ കറുപ്പുസ്വാമി പരിഹരിച്ചു കൊടുക്കുന്നതായിട്ട് അയാൾ പറയുന്നു. അതിന്റെ ചോട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുളകരച്ചാൽ അവർക്ക് അനുകൂലമായിട്ട് അവരുടെ ഭാഗത്താണ് നീതിയെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു വിധി കിട്ടും എന്നാണ് ആ പൂജാരി പറയുന്നത്. സുകുമാരന്റെ കേസെടുത്ത് ബേബി കണ്ണൻ കോടതിയിൽ ഹാജരാകുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരും ഹാജരാകാത്തത് കൊണ്ട് കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. ശരിക്കും ഈ ബേബി കണ്ണനും കൂട്ടരും സുകുമാരനെ വീണ്ടും പറ്റിക്കുകയായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് നല്ല ഫീസ് അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. വലിയൊരു തുക ഇവരുടെ കയ്യിൽ നിന്ന് ഫീസായിട്ട് അവർ വാങ്ങിക്കുകയും ചെയ്തു. അതും പോരാത്തതിന് ബേബി കണ്ണനും അയാളുടെ കൂടെയുള്ള വക്കീലും എല്ലാം അവിടുത്തെ വലിയൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. കൂടാതെ പാഴ്സലും വാങ്ങിക്കുന്നു. ഇതിന്റെ ബില്ലെല്ലാം സുകുമാരനെ കൊണ്ടാണ് പേ ചെയ്യിപ്പിക്കുന്നത്. വക്കീലും കൂട്ടരും ബിരിയാണി എല്ലാം കഴിക്കുമ്പോഴും സുകുമാരനും മകളും വെറും ദോശ മാത്രമാണ് ആ കടയിൽ നിന്ന് കഴിക്കുന്നത്. അങ്ങനെ അവർ അവിടെ സംസാരിക്കുന്നതിനിടയിൽ അവരുടെ കയ്യിലുണ്ടായിരുന്നത് 60 പവൻ സ്വർണ്ണമാണ്. 45 പവൻ സ്വർണ്ണം മാത്രമേ പോലീസ് റിക്കവർ ചെയ്തുള്ളൂ എന്നുള്ള കാര്യം സുകുമാരൻ ബേബി കണ്ണനോട് പറയുന്നുണ്ട്. ബേബി കണ്ണൻ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നു. എന്നാൽ സ്റ്റേഷനിലുള്ള പോലീസുകാരി ബേബി കണ്ണനോട് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ദേഷ്യം വന്ന ബേബി കണ്ണൻ കോടതിയിലുള്ള തന്റെ വക്കീൽമാരെയും കുറെ ഫേക്ക് ആയിട്ടുള്ള
വക്കീൽമാരെയും എല്ലാം കൂട്ടി ഒരു വലിയ സമരം നടത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരി വലിയ കൈക്കൂലിക്കാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് മീഡിയ എല്ലാം അവിടെ വരുന്നത്. ബേബി കണ്ണൻ റെസ്പെക്ട് കിട്ടാത്തതുകൊണ്ടും റിക്കവർ ചെയ്ത സ്വർണത്തിന്റെ യഥാർത്ഥ ഡീറ്റെയിൽസ് പറയാത്തതുകൊണ്ടുമാണ് ബേബി കണ്ണൻ ഈ സമരം എല്ലാം നടത്തുന്നത്. അങ്ങനെ അവിടെ പോയി കാര്യങ്ങളെല്ലാം തിരക്കി കഴിയുമ്പോൾ ബേബി കണ്ണന് മനസ്സിലാകുന്നുണ്ട് 60 പവൻ സ്വർണം അവർ കണ്ടെടുത്തിട്ടുണ്ട്. 15 പവൻ ആ പോലീസുകാരി തന്നെ മാറ്റിയതാണ്. സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു കേസ് വന്നാൽ അത് ഈ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് ഈ സ്റ്റേഷനിലുള്ളവരെ പഠിപ്പിച്ചത് ബേബി കണ്ണനാണെന്ന് അയാൾ പറയുന്നു. 60 പവൻ സ്വർണവും അവർ റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. 15 പവൻ സ്വർണം പോലീസുകാർ തന്നെ മാറ്റിവെച്ചതാണ്. ബേബി കണ്ണൻ അവരുടെ കയ്യിൽ നിന്ന് ആ 15 പവൻ വാങ്ങി തന്റെ പോക്കറ്റിൽ വെക്കുന്നു. എന്നിട്ട് പോലീസുകാരോട് പറയും, നിങ്ങൾ ഈ കാണിച്ചതൊക്കെ ശരി, പക്ഷേ നിങ്ങൾ എനിക്കൊരു ബഹുമാനം തന്നില്ല, അതുകൊണ്ട് ഈ സ്ട്രൈക്ക് ഇവിടുന്ന് മാറി പോകണമെങ്കിൽ കോമ്പോസിഷൻ കിട്ടണമെന്ന് പറയുന്നു. അങ്ങനെ അവിടുന്ന് കൈക്കൂലി വാങ്ങിയ കുറച്ച് പൈസ കൂടി ബേബി കണ്ണൻ പോലീസുകാരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. സുകുമാരന്റെ സ്വർണം ബേബി കണ്ണൻ കയ്യിൽ വെച്ചിട്ട് പോലീസുകാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ കുറച്ച് പൈസ സുകുമാരന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ നഷ്ടപ്പെട്ട സ്വർണത്തിന് ഇത് പകരമാകില്ല, എന്നാലും ഒരു ചെറിയ തുക കോമ്പോസിഷൻ ഞാൻ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് അയാൾ സുകുമാരനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ആ പണം കൊടുത്ത അടുത്ത നിമിഷം തന്നെ ബേബി കണ്ണൻ അത് വാങ്ങിച്ചിട്ട് തിരികെ വാങ്ങിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം ഇവിടെ കൂടി സമരം ചെയ്യുന്നത്, അതുകൊണ്ട് ഇവർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണ്ടേ, അതുകൊണ്ട് ഈ കാശ് അവർക്ക് വീതിച്ചു കൊടുത്താലോ എന്ന് സുകുമാരനോട് ചോദിക്കുന്നുണ്ട്. സുകുമാരൻ ഒന്നും പറയുന്നില്ല. സുകുമാരനും മോളും ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സുകുമാരന്റെ കയ്യിൽ നിന്ന് ആ പൈസ വാങ്ങി അവർക്കെല്ലാം വീതിച്ചു കൊടുക്കുന്നു. സുകുമാരനും മകൾക്കും തങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലായി. പക്ഷെ അവർക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. ആ സ്വർണം വാങ്ങി ചികിത്സ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ ഓരോ ദിവസവും അവർ കോടതിയിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. കേസ് ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു. ഇതുകൂടാതെ ആ കോടതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അറ്റകുറ്റപ്പണികളൊന്നും ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആളുകൾ സ്റ്റെപ്പ് ഒരുമിച്ച് കയറിയാൽ ആ സ്റ്റെപ്പെല്ലാം കൂടി ഇടിഞ്ഞു വീഴും. അതുകൊണ്ട് ക്യൂ നിന്ന് കുറച്ച് ആളുകൾ ആയിട്ടാണ് ആ കോടതിയിലേക്ക് സ്റ്റെപ്പ് വഴി കയറിക്കൊണ്ടിരുന്നത്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരും വരാത്തതുകൊണ്ട് ഇതുവരെ അവരുടെ കേസിന് ഒരു തീരുമാനവുമായിട്ടില്ല. ഇതിനിടയ്ക്ക് മകളുടെ ചെക്കപ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബേബി കണ്ണനും കൂട്ടുകാരും കഴിക്കുന്ന ആഹാരത്തിന്റെ കാശും കുടിക്കുന്ന ജ്യൂസിന്റെ കാശും എല്ലാം ഇവരാണ് ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺമണി എന്ന് പറയുന്ന ഒരു സ്ത്രീയും നീതിക്ക് വേണ്ടി കോടതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർക്കെതിരായിട്ട് ബേബി കണ്ണനാണ് സംസാരിക്കുന്നത്. അയാളുടെ ഇൻഫ്ലുവൻസ് കാരണം കൺമണിക്ക് നീതി കിട്ടുന്നില്ല. അങ്ങനെ ഏകദേശം 4 മാസമായിട്ട് സുകുമാരനും മകളും കോടതിയിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മകളുടെ സർജറി നീണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ബേബി കണ്ണനും കൂട്ടരും തങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ തന്നെ ഒരുപാട് കാശ് അവർക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെന്നും മകള് പറയുന്നു. നമ്മുടെ സ്വർണ്ണമൊന്നും തിരിച്ചു കിട്ടാൻ വേണ്ടി പോകുന്നില്ല. എന്നാൽ സുകുമാരൻ മകളെ ആശ്വസിപ്പിക്കുന്നു. നാളെ എന്തായാലും നമ്മുടെ സ്വർണം കിട്ടും, ആ സ്വർണവും വാങ്ങി അത് വിറ്റ കാശ് കൊണ്ട് മോളുടെ ചികിത്സയും നടത്തും എന്നൊക്കെ പറഞ്ഞ് മകളെ ആശ്വസിപ്പിക്കുകയാണ്. ശരിക്കും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വരാത്തത് ബേബി കണ്ണന്റെ ആളുകൾ അവർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് മാത്രമാണ്. അങ്ങനെ കേസ് നീട്ടിക്കൊണ്ടുപോയി ഇവരുടെ കയ്യിൽ നിന്ന് കാശും ഫീസും എല്ലാം വാങ്ങാം എന്നുള്ള ഒരു പ്ലാനാണ് അവർക്ക്. പിറ്റേ ദിവസം ഒരുപാട് പ്രതീക്ഷയോടെയാണ് സുകുമാരൻ കോടതിയിലേക്ക് പോയത്. അന്നത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും ഹാജരായിട്ടുണ്ടായിരുന്നു. കേസ് ഏകദേശം തീരാറായി. സ്വർണം സുകുമാരന്റെ കയ്യിലേക്ക് കിട്ടുമെന്ന അവസ്ഥയിലേക്ക് വരെ എത്തി. എന്നാൽ അപ്പോഴേക്കും ജഡ്ജി എന്തോ എമർജൻസി കോൾ വന്ന് കേസ് നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങി. എന്നാൽ സുകുമാരൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്വർണവും നിങ്ങളുടെ മുമ്പിലുണ്ട്, ഈ സ്റ്റേഷനിലുള്ള എല്ലാവരും വന്നിട്ടുമുണ്ട്, ഇത്രയും ദിവസം സ്റ്റേഷനിൽ നിന്ന് ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ കേസ് സംബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇന്ന് കോടതിയിലുണ്ട്. സ്വർണവും നിങ്ങളുടെ മുമ്പിലുണ്ട്, കുറച്ചു നേരത്തെ കേസല്ലേ ഉള്ളൂ, ആ സ്വർണം എനിക്ക് തിരികെ നൽകിയിട്ട് നിങ്ങൾ പോയിക്കൊള്ളാൻ വേണ്ടി പറയുന്നു. എന്നാൽ ജഡ്ജിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കോടതിയോട് നിങ്ങൾ ഇതൊക്കെ പറയാൻ ആരാണെന്ന് ചോദിച്ചിട്ട് ജഡ്ജി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. വീണ്ടും ഇയാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാനുള്ള ബേബി കണ്ണന്റെയും ആൾക്കാരുടെയും പ്ലാനിങ് തന്നെയായിരുന്നു അത്. സുകുമാരൻ ജഡ്ജിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ബേബി കണ്ണിനും ടീമിനും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളെല്ലാം കൂടി എന്നെ പറ്റിക്കുകയാണ് എന്ന് സുകുമാരൻ ബേബി കണ്ണനോട് പറഞ്ഞു. ദേഷ്യം വന്ന ബേബി കണ്ണൻ സുകുമാരനെ തല്ലി. ഇനി ആ സ്വർണം നിങ്ങൾ എങ്ങനെ വാങ്ങിക്കുമെന്ന് എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞ് വിളിച്ചിട്ടാണ് ബേബി കണ്ണൻ അവിടെ നിന്ന് പോയത്. അങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സുകുമാരന്റെ അടുത്തേക്ക് പേയ് എന്ന് വിളിക്കുന്ന ഒരാൾ വരുന്നു. ശരിക്കും അയാളുടെ പേര് ഷൺമുഖം എന്നാണ്. അയാൾ അയാളുടെ കഥ പറയുകയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസുമായിട്ട് അയാൾ ഈ കോടതി വന്നതാണ്. അതായത് ഇപ്പോ സുകുമാരന്റെ മകളുടെ പ്രായമുള്ള സമയത്താണ് അയാൾ ആ കോടതിയിൽ വന്നത്. ഒരു ആക്സിഡന്റിൽ പെട്ട് അയാളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആളുകളും മരിച്ചു. അതായത് വീട്ടിലുണ്ടായിരുന്ന എല്ലാ ആളുകളും. അയാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി ആ വീട്ടിലുള്ള ആളുകളെല്ലാം മരിച്ചു എന്ന് പറഞ്ഞ് ആ സ്വത്തെല്ലാം മറ്റൊരാളെ എഴുതി വാങ്ങി. അയാൾ മരിച്ചിട്ടില്ല എന്നും ജീവനോടെ ഇരിപ്പുണ്ടെന്നും തെളിയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് തന്റെ സ്വത്തുക്കളെല്ലാം തിരികെ കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അയാൾ ആ കോടതിയിലേക്ക് വന്നത്. 17 വർഷം കേസ് നടത്തി. എന്നാൽ കേസ് എങ്ങും എത്തിയില്ല. കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ കാശും തീർന്നു കഴിഞ്ഞപ്പോ, അതായത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന കാശെല്ലാം ആ ജഡ്ജിയും വക്കീലും കൂടി പിടിച്ചു വാങ്ങി എന്ന് വേണേൽ പറയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോ അയാളെ ഉപേക്ഷിച്ചു. അങ്ങനെ അയാൾ ആ കേസ് ഉപേക്ഷിച്ച് ഇപ്പോ അവര് പറയുന്ന ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്ത് അവരുടെ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ ഒരു ജോലിക്കാരനായിട്ട് അവിടെ തന്നെ കൂടിയേക്കാണ്. 30 വർഷമായിട്ട് നീതി കിട്ടാത്തൊരു മനുഷ്യൻ. തന്റെ അവസ്ഥ ഇതായി തീരുമോ എന്ന് സുകുമാരനും പേടിയുണ്ടായിരുന്നു. അയാൾ രണ്ടും കൽപ്പിച്ച് ആ കറുപ്പുസ്വാമിയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ പൂജാരി പറഞ്ഞ പോലെ മുളകരച്ച് ആ വിഗ്രഹത്തിന്റെ തലയിൽ പുരട്ടുന്നു. അയാളുടെ പ്രാർത്ഥന ഫലിച്ചു. അന്ന് രാത്രി കറുപ്പുസ്വാമി നീതി നടപ്പാക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. ആ ബിസ്ക്കറ്റ് കമ്പനി ഉണ്ടല്ലോ നമ്മൾ ആദ്യം കേസ് പറഞ്ഞേ, അതിന്റെ പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം ബേബി കണ്ണന്റെ അടുത്തേക്കാണ് കറുപ്പുസ്വാമി വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സ്വാമി അടിച്ചു വീഴ്ത്തി. അവസാനം ബേബി കണ്ണന്റെ
അടുത്തേക്ക് വന്ന സ്വാമിയെ കണ്ട് ബേബിക്കണ്ണൻ ആകെ പേടിച്ചുപോയി. നീ ചെയ്ത തെറ്റ് തിരുത്തണമെന്നും ആ പാപത്തിന്റെ സ്വർണം തിരിച്ചെടുത്ത് കൊടുക്കണമെന്നും ബേബിക്കണ്ണനോട് കറുപ്പുസ്വാമി പറഞ്ഞു. എന്നാൽ ഇതൊക്കെ താൻ നാളെ തന്നെ ശരിയാക്കി കൊടുക്കാമെന്ന് ബേബിക്കണ്ണൻ ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇതുവരെ നടക്കാത്തൊരു കാര്യം നീ നാളെ എങ്ങനെ നടത്തി കൊടുക്കുമെന്ന് കറുപ്പുസ്വാമി ചോദിക്കുമ്പോൾ ബേബിക്കണ്ണൻ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കറുപ്പുസ്വാമിയോട് വിശദീകരിച്ച് പറയുകയാണ്. പോലീസുകാർക്ക് കൈക്കൂലി കൊടുക്കണം, ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കണം, അയാളുടെ വീട്ടിലുള്ള സെക്യൂരിറ്റിക്ക് പോലും കൈക്കൂലി കൊടുക്കണം. ഇങ്ങനെ എല്ലാവർക്കും കിട്ടേണ്ട കാശ് കിട്ടിക്കഴിഞ്ഞാൽ കേസൊക്കെ നാളെ തന്നെ തീർപ്പാകുമെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ടതും കറുപ്പുസ്വാമി കോപിക്കുകയാണ്. നീതി നടപ്പാക്കേണ്ട സ്ഥലത്തെല്ലാം ഇങ്ങനെ കൈക്കൂലി കൊടുത്ത് നീതി വാങ്ങിക്കേണ്ട അവസ്ഥയാണെങ്കിൽ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുമെന്നാണ് ദൈവം ചോദിക്കുന്നത്. ഈ കൈക്കൂലി ഒന്നും കൊടുക്കാതെ അവർക്ക് നീതി ലഭിക്കണം. എന്നാൽ കാലങ്ങളായിട്ട് ഇതാണ് സിസ്റ്റം എന്നും ഇത് മാറ്റാൻ ആർക്കും കഴിയില്ല എന്നും ബേബിക്കണ്ണൻ പറയുന്നു. നിങ്ങൾ ദൈവമല്ലേ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ വാ, എന്നിട്ട് ഈ സിസ്റ്റം എല്ലാം ഒന്ന് മാറ്റി കാണിക്കുക. ഇങ്ങനെ പറഞ്ഞ് ബേബിക്കണ്ണൻ കറുപ്പുസ്വാമിയെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ബേബിക്കണ്ണന്റെ വെല്ലുവിളി സ്വീകരിച്ച് പിറ്റേ ദിവസം ഒരു വക്കീലിന്റെ വേഷത്തിലാണ് കറുപ്പുസ്വാമി വരുന്നത്. ബേബിക്കണ്ണൻ സുകുമാരന്റെ കേസ് ഉപേക്ഷിച്ചതുകൊണ്ട് വേറൊരു വക്കീലിനെ തേടി നടക്കുകയായിരുന്നു സുകുമാരൻ. ബേബിക്കണ്ണനെ പോലെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ വക്കീലന്മാരും. അങ്ങനെ കറുപ്പുസ്വാമി ശരവണൻ എന്ന് പറയുന്ന വക്കീലിന്റെ വേഷത്തിൽ വന്ന് ആ കേസ് ഏറ്റെടുക്കുന്നു. എന്നാൽ കോടതിയിൽ കേസിന് വേണ്ടി അപ്പീർ ചെയ്ത കറുപ്പുസ്വാമി ആകെ ഞെട്ടിപ്പോയി. കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബേബിക്കണ്ണൻ പറഞ്ഞതിനേക്കാൾ വലിയ തട്ടിപ്പുകളാണ്. കറുപ്പുസ്വാമിയെ കൂടാതെ വേറെ 3 പേര് കൂടി ആ ഒരേ കേസിൽ അപ്പീർ ചെയ്തിട്ടുണ്ട്. ഒരേ കേസിൽ ഒന്നിൽ കൂടുതൽ വക്കീൽമാർ അപ്പീർ ചെയ്തുകൊണ്ട് ആ കേസ് പിന്നീട് മാറ്റിവെക്കുകയാണ്. കൂടാതെ ഈ ഒരു കേസിൽ ഒരാളോട് മാത്രമായി അപ്പീർ ചെയ്യാനും കോടതി പറയുന്നു. എന്നാൽ ഇതെല്ലാം ബേബിക്കണ്ണന്റെ പരിപാടിയായിരുന്നു. ആ കേസ് വേറെ ആരും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നത്. കറുപ്പുസ്വാമിയോട് ആ കേസ് വിട്ട് പുറത്തു പോകാനാണ് അവരെല്ലാം പറയുന്നത്. അങ്ങനെ കോടതിക്ക് വെളിയിൽ വന്ന് നിൽക്കുന്ന കറുപ്പുസ്വാമിയുടെ അടുത്തേക്ക് പ്രീതി വരികയാണ്. പ്രീതി വന്നിട്ട് ബേബിക്കണ്ണിന്റെ കാര്യങ്ങളെല്ലാം കറുപ്പുസ്വാമിയുടെ അടുത്ത് പറയുന്നുണ്ട്. പുതുതായിട്ട് വന്ന ഒരു വക്കീലായിരിക്കുമെന്ന് വിചാരിച്ചാണ് പ്രീതി ഇതെല്ലാം പറയുന്നത്. പിന്നീട് പ്രീതിയെയും കൂട്ടി വക്കീലന്മാരിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കറുപ്പുസ്വാമി പോയി. അവിടെ ചെന്ന് ആ ബാക്കിയുള്ള വക്കീലന്മാരെ കണ്ട് ആ കേസിൽ നിന്നും പിന്മാറണമെന്ന് കറുപ്പുസ്വാമി പറയുന്നു. എന്നാൽ അവരാരും അത് കേൾക്കാൻ പോലും മനസ്സ് കാണിക്കുന്നില്ല. മാത്രമല്ല അവർ കറുപ്പുസ്വാമിനെ പുച്ഛിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് ആർക്കും ഇത് കറുപ്പുസ്വാമിയാണ് എന്നുള്ള കാര്യം അറിയത്തില്ല. അവരെ സംബന്ധിച്ച് അതൊരു വക്കീൽ മാത്രമാണ്. ദേഷ്യം വന്ന കറുപ്പുസ്വാമി ആ ബെഞ്ചിൽ ആഞ്ഞടിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ആ റൂമിലുണ്ടായിരുന്ന ആളുകളും വസ്തുക്കളും എല്ലാം ഫ്രീസായി നിന്നു. എന്നാൽ പ്രീതിക്ക് മാത്രം ഇതെല്ലാം കാണാൻ പറ്റുമായിരുന്നു. തന്റെ അടുത്ത് നിൽക്കുന്നത് ഒരു സാധാരണ വക്കീലല്ല, കറുപ്പുസ്വാമിയാണ് എന്നുള്ള കാര്യം പ്രീതി തിരിച്ചറിഞ്ഞു. കറുപ്പുസ്വാമി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫയലുകളെല്ലാം കീറിക്കളഞ്ഞു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ബേബിക്കണ്ണൻ അടുത്തേക്ക് വരുന്നത്. അയാൾ പറയും, കറുപ്പുസ്വാമി നമ്മൾ തമ്മിൽ ഒരു സവാൽ വിട്ടിരുന്നു, അതായത് ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. നിയമത്തിന്റെ വഴിക്ക് സുകുമാരന് നീതി നേടിക്കൊടുക്കുമെന്നാണ് ആ വെല്ലുവിളി. അതിലാർക്കും കൈക്കൂലി കൊടുക്കാനും പാടില്ല. നിങ്ങൾ സ്വാമി ആയതുകൊണ്ട് സൂപ്പർ പവറുകൾ യൂസ് ചെയ്യാനും പാടില്ല. ഇത് 2 ചെയ്താലും തെറ്റ് തന്നെയാണ്. നിങ്ങൾ സ്വാമി ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ കേസിൽ ജയിക്കാൻ പറ്റിയേക്കും നിങ്ങളുടെ പവർ ഉപയോഗിച്ച്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ ഒരു കേസ് മാത്രം വിജയിച്ചാൽ പോരല്ലോ. ഈ സിസ്റ്റം തന്നെ മാറ്റാനല്ലേ നമ്മൾ വെല്ലുവിളി നടത്തിയത്. അതുകൊണ്ട് നീതിയുടെയും നേർമയുടെയും വഴിക്ക് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് സ്വാമിനെ കൊണ്ട് സത്യം ചെയ്യും. ഇനി മുതൽ സ്വാമിക്ക് കോടതി വിഷയത്തിൽ സൂപ്പർ പവറുകൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് പ്രീതി ചോദിക്കുന്നുണ്ട്, ഇവിടെ നല്ല ബിരിയാണി കിട്ടും, നീ അത് കഴിച്ചിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് വേണം ഇവിടെ നിന്ന് പോകാൻ എന്ന് പ്രീതി പറയുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടി പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ നിന്നും ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം ഈ ബിരിയാണിക്ക് വേണ്ടിയും ബേബിക്കണ്ണന് വേണ്ടിയിട്ടും ചെലവാക്കിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഒരു തവണ പോലും അവിടുത്തെ ബിരിയാണി കഴിച്ചു നോക്കിയിട്ടില്ല. ഇനി കേസ് ജയിച്ച് സ്വർണം തിരികെ കിട്ടുവാണെങ്കിൽ എന്റെ സർജറിയൊക്കെ കഴിഞ്ഞു വന്ന് എനിക്കും അച്ഛനും കൂടി അവിടെ നിന്നൊരു ബിരിയാണി കഴിക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാ കുട്ടി പറയും. ഇത് കേൾക്കുമ്പോൾ പ്രീതിക്കും സ്വാമിക്കും സങ്കടം വരുന്നുണ്ട്. പ്രീതി പറയും, നിന്റെ ആഗ്രഹം സാധിക്കും, നിന്റെ അസുഖമൊക്കെ മാറി അച്ഛനുമായിട്ടിരുന്ന് അവിടെ നിന്ന് ബിരിയാണി കഴിച്ചിട്ടേ നീ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പ്രീതി അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. എന്നാൽ ആ പെൺകുട്ടിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം മാസങ്ങളോളമായി അവര് ഈ കേസുമായിട്ട് നടക്കുന്നതാണ്. ഇതുവരെയായിട്ടും ഒരു തീർപ്പും വന്നിട്ടില്ല. കൂടാതെ അന്ന് 45 പവൻ റിക്കവർ ചെയ്തത് പോലീസല്ല, അത് തന്റെ അവസ്ഥ അച്ഛൻ ആ കള്ളന്മാരുടെ അടുത്ത് പറഞ്ഞ സമയത്ത് അവര് ദയ തോന്നി അത് തിരികെ തന്നതാണെന്നും ആ പെൺകുട്ടി പറയുന്നു. എന്നാൽ ആ കള്ളന്മാർക്കുണ്ടായിരുന്ന ദയ പോലും ഇവിടുത്തെ പോലീസിനും കോടതിക്കും ഇല്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. കോടതിയിലെ സിസ്റ്റം മുഴുവൻ ശരിയാക്കണമെന്ന് ആഗ്രഹിച്ച പ്രീതി കറുപ്പുസ്വാമിയോട് തന്റെ ആഗ്രഹങ്ങളെല്ലാം പറയുകയാണ്. കോടതിയിൽ ഇനി ഒരു വക്കീലിനും കള്ളം പറയാൻ പറ്റരുത്. പെൻഡിങ് കിടക്കുന്ന 27,000 കേസുകൾ അതെല്ലാം തെളിയിക്കപ്പെടണം. പൊളിഞ്ഞു വീഴാറായ കോടതി മുറികൾ വൃത്തിയായി പണിതെടുക്കണം. അതൊരു നല്ല ബിൽഡിംഗ് ആക്കി മാറ്റണം. ഇതൊക്കെയായിരുന്നു പ്രീതിക്ക് കറുപ്പുസ്വാമിയുടെ മുമ്പിൽ പറയാനുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഹിയറിംഗിൽ ഇവർക്ക് സ്വർണം കൊടുക്കുന്നതിനെ പറ്റി സ്വാമി സംസാരിച്ചു. ജഡ്ജി പറയുന്നത് ഈ സ്വർണം അവരുടേത് തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റുമില്ല, ബില്ലും കൊണ്ടുവന്നിട്ടില്ല, കസ്റ്റംസ് ക്ലിയറൻസിന്റെ സർട്ടിഫിക്കറ്റുമില്ല. ഇതെല്ലാം ഉണ്ടെങ്കിലേ സ്വർണം
പണം തരാൻ പറ്റുകയുള്ളൂ എന്ന് വീണ്ടും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും ഡേറ്റ് മാറ്റിവെക്കാൻ തുടങ്ങുകയാണ്. കൂടാതെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ് ഇട്ട് വന്നതുകൊണ്ട് ആ പെൺകുട്ടിയെയും വഴക്ക് പറയുന്നു. ഇത്രയും വലിയ സംഭവങ്ങളെല്ലാം നടന്നിട്ടും തന്റെ ഡ്രസ്സിന്റെ കുറ്റം കണ്ടുപിടിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടിക്ക് ദേഷ്യം വന്നു. അവൾ കോടതിയിൽ പറഞ്ഞു, ഇവിടെ ഇത്രയും വലിയ കേസുകൾ നടക്കുന്നത് കോടതിക്ക് വിഷയമല്ല, ഞാനൊരു ഡ്രസ് ഇട്ടതാണോ നിങ്ങൾക്ക് വിഷയം? അങ്ങനെയാണെങ്കിൽ എന്റെ ഡ്രസ്സിലല്ല കുഴപ്പം, നിങ്ങളുടെ കണ്ണുകൾക്കാണ് കുഴപ്പം എന്ന് അവൾ പറയുന്നു. ഇത് ജഡ്ജിക്ക് ഇഷ്ടപ്പെട്ടില്ല. കോടതിയോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ അവളോട് കോടതി മുറിയിൽ തന്നെ കഴിയാൻ ശിക്ഷ വിധിച്ചു. അങ്ങനെ കോടതി ജയിലിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത അവൾക്ക് ശാരീരിക അസ്വസ്ഥത വരികയും ബ്ലഡ് വൊമിറ്റ് ചെയ്ത് അവൾ അവിടെ വീഴുകയും ചെയ്തു. പിന്നീട് അവളെ ഹോസ്പിറ്റലാക്കി. തൽക്കാലം കുറച്ച് കാശ് അടച്ചിട്ട് അവളുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി എത്രയും പെട്ടെന്ന് സ്വർണം കിട്ടിയാൽ മാത്രമേ അത് വിറ്റിട്ട് അവളുടെ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. കോടതി ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അവർ റെഡിയാക്കി എടുത്തു. ഇത്തരം സീരിയസ് ആയിട്ടുള്ള കേസുകളെല്ലാം ജഡ്ജിയെ രാത്രി പോയി ചേംബറിൽ കാണുകയാണെങ്കിൽ അതിന് തീർപ്പ് കൽപ്പിക്കും. അവർ ജഡ്ജിയെ കാണാൻ വേണ്ടി ചെന്നുവെങ്കിലും അവർക്ക് കാണാൻ പറ്റിയില്ല. ഇവരൊഴിച്ച് ബാക്കിയുള്ള രാഷ്ട്രീയക്കാരെല്ലാം ജഡ്ജിയെ കാണുന്നുണ്ട്. ഇവരോട് താല്പര്യമില്ലാതിരുന്ന ജഡ്ജിയും ബേബി കണ്ണനും അവരെ അവിടുന്ന് മടക്കി അയക്കുന്നു. അങ്ങനെ പിന്നീട് സർട്ടിഫിക്കറ്റുമായിട്ട് കോടതിയിൽ ഹിയറിംഗിന് സ്വാമി എത്തിയെങ്കിലും കോടതി വീണ്ടും സ്വാമിയെ കുറ്റപ്പെടുത്തുകയാണ്. ഇവിടെ വന്നപ്പോൾ മുതൽ കോടതിയിൽ പാലിക്കേണ്ട നിയമങ്ങളൊന്നും വക്കീൽ പാലിച്ചിട്ടില്ല എന്നാണ് ജഡ്ജി പറയുന്നത്. ജഡ്ജിയോടും കോടതിയോടും കാണിക്കേണ്ട മര്യാദകളുണ്ട്, അത് വാക്കിലും കാണിക്കണം. ഇങ്ങനെ ജഡ്ജി കുറ്റപ്പെടുത്തുന്നത് കൊണ്ട് അവസാനം താൻ ദൈവമാണെന്നുള്ള കാര്യം അവിടെ അറിയിക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്വാമി അവസാനം ബഹുമാനത്തോടുകൂടി സോറി പറഞ്ഞ് ആ കേസ് സോൾവ് ചെയ്യുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ജഡ്ജിക്ക് സമാധാനമായി. അങ്ങനെ ജഡ്ജി അവസാനം ഓർഡറിൽ ഒപ്പിട്ട് ആ സ്വർണ്ണമെല്ലാം സുകുമാരനെ തിരിച്ചു കൊടുത്തു. ബിനു ഇപ്പോഴും ഹോസ്പിറ്റലാണ്, അതായത് ആ പെൺകുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലാണ്. സ്വർണവും വാങ്ങി കോടതിയിൽ നിന്ന് ഇറങ്ങിയ സുകുമാരൻ ഒരു കോൾ വരുന്നു. ആ വാർത്ത എറിഞ്ഞ് അയാൾ ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അയാളുടെ മാനസിക നിലയെല്ലാം തെറ്റി. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ആ സ്വർണം വിതരണം ചെയ്യുന്നു. ആ സ്വർണ്ണമെല്ലാം അയാൾ വലിച്ചെറിഞ്ഞു. ഇനി ഈ സ്വർണം കിട്ടിയിട്ട് എനിക്കൊരു കാര്യവുമില്ല, എന്റെ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞ് അയാൾ വാവിട്ട് നിലവിളിക്കുകയാണ്. അത് കണ്ടുനിന്ന സാധാരണക്കാരുടെ എല്ലാം കണ്ണുകൾ നിറഞ്ഞു. ആ സ്വർണം ശരിയായ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ മകൾക്ക് ഒന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ട് നീതിക്ക് വേണ്ടിയിട്ട് ഈ കോടതിയിലേക്ക് ഇനി ആരും വരണ്ട, നിങ്ങളുടെ മരണം കണ്ടാലും നീതി കിട്ടില്ല എന്ന് അയാൾ പറയുകയാണ്. പ്രീതിയും കറുപ്പുസ്വാമിയും സങ്കടത്തോടു കൂടി അയാളെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റാത്ത സ്വർണം കൊണ്ട് ഇനി തനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് അതെല്ലാം കറുപ്പുസ്വാമിയുടെ കൈകളിൽ കൊടുക്കുന്നു. എന്നിട്ട് അയാൾ നിലവിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാണ്. അപ്പോഴേക്കും ബേബിക്കണ്ണൻ അങ്ങോട്ട് വന്ന് കറുപ്പുസ്വാമിയെ കളിയാക്കുകയാണ്. തലേന്ന് ജഡ്ജിയുടെ അടുത്ത് വന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിച്ച് കുറച്ച് കൈക്കൂലിയൊക്കെ കൊടുത്തിരുന്നെങ്കിൽ അയാള് ആ സ്വർണം വിട്ടുതരാനുള്ള കേസിൽ ഒപ്പുവെക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മരണത്തിന് ഉത്തരവാദി താനല്ല, കറുപ്പുസ്വാമി തന്നെയാണ് എന്ന് ബേബി പറയുകയാണ്. മാത്രമല്ല, നമ്മൾ തമ്മിലുള്ള ഈ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്, ഒടിയും തട്ടി സ്വാമി നേരെ പൊക്കോ എന്ന് പറഞ്ഞ് കറുപ്പുസ്വാമിനെ കളിയാക്കുകയാണ്. കറുപ്പുസ്വാമി പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. കൺമണിയുടെ കേസ് ഇപ്പോഴും ആരും എടുക്കാൻ തയ്യാറായിട്ടിരുന്നില്ല. ബേബി കണ്ണന്റെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ ഫയൽ വാങ്ങാൻ ഇപ്പോഴും കൺമണി നടക്കുകയാണ്. അയാൾ വീണ്ടും എല്ലാവരുടെ മുമ്പിലേക്ക് ആ ഫയൽ ഇട്ടിട്ട് ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. കൺമണി ഒരുപാട് പേരോട് റിക്വസ്റ്റ് ചെയ്തെങ്കിലും ആരും അതിന് തയ്യാറായില്ല. എന്നാൽ അവരുടെ അവസ്ഥ കണ്ട് ആ ഫയൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നത് കറുപ്പുസ്വാമിയാണ്. ബേബി കണ്ണന്റെ ആൾക്കാർക്ക് അത് സ്വാമിയാണെന്നൊന്നും അറിയത്തില്ലല്ലോ. അവര് സ്വാമിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. എന്നാൽ സ്വാമിയുടെ ശക്തിക്ക് മുമ്പിൽ അവർക്കൊന്നും പിടിച്ചു നിൽക്കാനായില്ല. നീതി കിട്ടാതെ ഈ കോടതിയിൽ നിന്നും പോകുന്ന അവസാനത്തെ മനുഷ്യൻ താനായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പ്രീതി രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ ടേബിളിൽ ആ കേസ് ഫയലുണ്ട്. താൻ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സ്വാമി തനിക്ക് തന്നിരിക്കുന്നത് ബേബി കണ്ണൻ ഉപേക്ഷിച്ച ഈ കേസാണ്. ഇത് താൻ എടുത്താൽ വിജയിക്കുമോ എന്ന് പോലും അറിയില്ല. എന്നാൽ സ്വാമി തന്നതായതുകൊണ്ട് പ്രീതി ആ കേസ് ഏറ്റെടുക്കുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് മിനിസ്റ്റർ ആയിരുന്ന പാണ്ഡ്യൻ എന്ന് പറയുന്ന ആളുടെ PA ആയിരുന്നു കൺമണി. വർക്കിനിടയിൽ പലപ്പോഴും അവളുടെ ദേഹത്തൊക്കെ അയാൾ തൊട്ട് സംസാരിക്കുമായിരുന്നു. അതിലൊരു പ്രയാസം തോന്നിയ അവൾ തന്റെ തെറ്റിദ്ധാരണയായിരിക്കുമെന്ന് സ്വയം കരുതി. മാത്രമല്ല, ഒരച്ഛന്റെ പ്രായമുള്ള ആളാണല്ലോ, അയാൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല തൊട്ടത് എന്ന് കൺമണി പലപ്പോഴും കരുതി. പക്ഷെ ഒരു മീറ്റിംഗിന്റെ ഭാഗമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോ അവിടെ വെച്ച് അയാൾ സെക്ഷലി ഹരാസ് ചെയ്തു. അന്നൊക്കെ പരാതി കൊടുക്കാൻ ചെന്നെങ്കിലും അവളുടെ പരാതി സ്വീകരിച്ചില്ല. അവളെ ഭീഷണിപ്പെടുത്തി വീണ്ടും അയാളുടെ അടുത്തേക്ക് തന്നെ ജോലിക്ക് വിടും. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇയാൾ തിരഞ്ഞെടുപ്പിൽ തോറ്റ് എക്സ് മിനിസ്റ്റർ ആയതിനു ശേഷമാണ് കൺമണി വീണ്ടും പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. പിറ്റേന്ന് കൺമണിയുടെ കേസ് കോടതിയിൽ വിളിക്കുന്നു. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. എന്തുകൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല? ബേബി ചോദ്യം ചെയ്യുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഈ വീടിന്റെ 2nd ഫ്ലോറിൽ വെച്ചാണ് പാണ്ഡ്യൻ കൺമണിയെ ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പാണ്ഡ്യന്റെ 2 മുട്ടും ഓപ്പറേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് അയാൾക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് പറ്റില്ല. മാത്രമല്ല, അന്ന് ഇവര് താമസിച്ചിരുന്ന ആ വീട്ടിൽ ലിഫ്റ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ കെട്ടിച്ചമച്ച ഒരു കേസ് മാത്രമാണ്. അങ്ങനെ കുറെ കള്ളത്തരങ്ങൾ ബേബി കണ്ണൻ പറയുകയും പാണ്ഡ്യനെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ AI ഉപയോഗിച്ച സൗണ്ട് റെക്കോർഡ് ചെയ്ത് ലൈംഗിക ചൊവ്വയുള്ള ഒരു ഫോൺ സംഭാഷണം ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ കൺമണി മന്ത്രിയോട് സംസാരിക്കുന്നതായിട്ടാണ് അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ആ സൗണ്ട് തന്റേതാണെങ്കിലും താൻ അങ്ങനെ ഒരു കോൾ ചെയ്തിട്ടില്ല എന്ന് കൺമണി പറയുന്നുണ്ട്. എന്നാൽ ആ വാദമൊന്നും അവിടെ തെളിയിക്കാൻ കൺമണിയെ കൊണ്ട് കഴിയുന്നില്ല. എന്നാൽ ഇനി താൻ നടന്ന സത്യങ്ങളെല്ലാം പറയാമെന്ന് ബേബി കണ്ണൻ പറഞ്ഞു. അയാൾ സംഭവങ്ങളെല്ലാം വിവരിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ അയാളുടെ ചിന്തയ്ക്കനുസരിച്ച് അയാൾക്ക് സംസാരിക്കാൻ
വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സത്യമാണ് ഇനി പറയാൻ പോകുന്നതെന്ന് അയാൾ പറഞ്ഞ ശേഷം അയാൾക്ക് സത്യം മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഇത് കറുപ്പ് സ്വാമിയുടെ കളിയാന്നുള്ള കാര്യം പ്രീതിക്ക് മനസ്സിലായി. കാരണം കോടതിയിൽ ഇനി ഒരു വക്കീലും നുണ പറഞ്ഞ് ഒരു കേസും വിജയിപ്പിക്കരുത് എന്ന് സ്വാമിയോട് പ്രീതി പ്രാർത്ഥിച്ചിരുന്നു. എന്താണോ സത്യം അത് മാത്രമേ വക്കീലിന്റെ വായിൽ നിന്ന് ഇനി പുറത്തേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ബേബിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റുമായിരുന്നില്ല. ബേബി തന്റെ വായ കൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. ആ കോൾ റെക്കോർഡിംഗ് AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും പാണ്ഡ്യന്റെ മുട്ടിന് ഒരു കുഴപ്പമില്ലെന്നും അയാൾ ഒരു സർജറിയും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമെല്ലാം അയാൾ പറയുന്നു. ഇയാൾ സ്ത്രീയെ ഹരാസ് ചെയ്ത കാര്യവും എല്ലാം ബേബിക്കണ്ണൻ തന്നെ പറയുകയാണ്. ജഡ്ജിക്ക് ആകെ കൺഫ്യൂഷനായി. ബേബി എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അയാൾ ഡേറ്റ് മാറ്റാൻ വേണ്ടി തുടങ്ങി. എന്നാൽ ബേബിക്കണ്ണൻ പറയുന്നത് ഇത് ഇന്ന് തന്നെ ഇതിനെല്ലാം തീരുമാനം ഉണ്ടാക്കണം, ഞാൻ പറയാനുള്ളതെല്ലാം പറയാമെന്നാണ് പറയുന്നത്. അങ്ങനെ ബേബി എല്ലാവരോടും സത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. ജഡ്ജി വെറും വക്കീലായിരുന്ന സമയത്ത് പാണ്ഡ്യന്റെ സഹായത്തോടു കൂടിയാണ് ജഡ്ജി ആയതെന്നും അതുകൊണ്ടാണ് പാണ്ഡ്യന് വേണ്ടി ഈ കള്ളക്കേസ് ഉണ്ടാക്കി കൺമണിക്കെതിരായി വക്കീലും ജഡ്ജിയും ഉൾപ്പെടെ നീങ്ങുന്നതെന്നും ബേബിക്കണ്ണൻ പറയുകയാണ്. എന്നാൽ ബഹളം കൂടിയതോടുകൂടി ബേബിയെ ആൾക്കാർ പുറത്തേക്കാക്കി. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയ ബേബിക്ക് ഒരു കുഴപ്പവുമില്ല. അതോടെ ഇത് കറുപ്പ് സ്വാമിയുടെ കളിയാണെന്ന് ബേബിക്ക് മനസ്സിലായി. ഇപ്പോ ബേബിയും ജഡ്ജിയും തമ്മിൽ തെറ്റിയിരിക്കുകയാണ്. ഇവർ തമ്മിൽ ഇപ്പോൾ ശത്രുത പോലെയാണ്. അത് മാത്രമല്ല ജഡ്ജിക്ക് കറപ്ഷനിൽ പങ്കുണ്ടെന്നുള്ള കാര്യം മീഡിയയിൽ എത്തിയതോടുകൂടി വിജിലൻസും മറ്റുദ്യോഗസ്ഥരെല്ലാം ഇയാളെ റെയ്ഡ് ചെയ്യുകയും മറ്റും ചെയ്യുകയാണ്. ഇപ്പൊ കറുപ്പുസ്വാമി പറയുന്നത് 24,000 കേസുകൾ തീർപ്പാക്കണമെങ്കിൽ പെട്ടെന്ന് നടക്കില്ല. കാരണം വീണ്ടും പുതിയ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പുതിയ കേസുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയ കേസുകൾ വീണ്ടും പെൻഡിംഗ് ആയി കിടക്കും. അത് തീരണമെങ്കിൽ ഇനി ഒരിക്കലും പുതിയ കേസുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സ്വാമിയുടെ ശക്തി ഉപയോഗിച്ച് സ്വാമിയുടെ ശക്തിയുടെ പരിധിയുള്ള എല്ലാ സ്ഥലത്തും ക്രൈമുകൾ തടയുകയാണ്. അങ്ങനെ ഇപ്പോൾ ആ ഏരിയയിൽ ആർക്കും പരസ്പരം വഴക്കുണ്ടാക്കാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സമയത്തെല്ലാം അവരുടെ മൈൻഡ് മാറി അവര് മറ്റുള്ളവരോട് വളരെ നന്നായിട്ട് പെരുമാറുകയാണ്. അങ്ങനെ ആളുകളെല്ലാം നന്നായതോടുകൂടി, ആളുകളെല്ലാം നന്നായതല്ല, ഈ സ്വാമിയുടെ പവർ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പഴയ കേസുകളെല്ലാം വീണ്ടും പുനഃപരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ കേസുകൾക്കെല്ലാം തീരുമാനം ഉണ്ടാകാൻ തുടങ്ങി. കാരണം കോടതി മുറിയിൽ ആർക്കും നുണ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അതോടുകൂടി പോലീസ് സ്റ്റേഷനിൽ പ്രതികളൊന്നും ഇല്ലാതായി. പോലീസുകാരൊക്കെ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ആളുകൾക്ക് കറുപ്പുസ്വാമിയോട് വിശ്വാസം കൂടി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവർക്കും കറുപ്പുസ്വാമിയെ പേടിയായിരുന്നു. ഈ സ്വാമിയുടെ അമ്പലം ഈ കോടതി വളപ്പിൽ ഉള്ളത് കൊണ്ടാണ് സ്വാമിയുടെ ശക്തിയും ഇവിടെ തന്നെ നിലനിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ബേബി കണ്ണൻ ആ അമ്പലം പൊളിക്കാനായിട്ട് പദ്ധതിയിട്ടു. എന്നാൽ അമ്പലം പൊളിക്കാൻ വന്ന ആളുകളോടെല്ലാം തന്നെ സ്വാമി ഫൈറ്റ് ചെയ്യുന്നു. അവർക്ക് സ്വാമിയുടെ വിഗ്രഹത്തെ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. ബേബി കണ്ണൻ സഞ്ചരിച്ചുകൊണ്ടിരുന്ന വണ്ടിയിലേക്ക് മറ്റൊരു ലോറി വന്നിടിക്കുന്നു. ആ ലോറിയിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാര് ഈ ബേബി കണ്ണൻ തുടക്കത്തിൽ രക്ഷിച്ചുവിട്ട ആ ബിസ്ക്കറ്റ് കമ്പനിയിലെ ആൾക്കാരാണ്. ഇവർ MLAയുടെ കൂടെ പ്ലാൻ ചെയ്ത് അവരെ അപമാനിച്ച ബേബി കണ്ണനെ കൊന്നുകളയാൻ വേണ്ടി ജഡ്ജിയും മന്ത്രിയും കൂടി ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ബേബി കണ്ണൻ കിടക്കുന്നത് കറുപ്പുസ്വാമിയുടെ ഏരിയ ഉൾപ്പെടുന്ന ഒരു കവാടത്തിനുള്ളിലാണ്. ഈ ഗുണ്ടകൾ നിൽക്കുന്നത് പുറത്തും. അവർ കവാടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചതും അവർ വളരെ സോഫ്റ്റ് ആയിട്ട് ബേബി കണ്ണനോട് പെരുമാറാൻ തുടങ്ങി. എന്തുപറ്റി, നിങ്ങളെ രക്ഷിക്കാം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ അവർ പറയുന്നു. ബേബി കണ്ണൻ എന്തൊക്കെയാ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അയാൾ പുറത്തേക്ക് ഇറങ്ങി ഓടിയതും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ കവാടത്തിന് പുറത്തേക്ക് കടന്നു. ഗുണ്ടകളും കവാടത്തിന് പുറത്തേക്ക് കടന്നതോടുകൂടി അവരുടെ സ്വഭാവം വീണ്ടും മാറി. ബേബി കണ്ണനെ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ കവാടത്തിനുള്ളിൽ കയറിയത് ഇവരുടെ സ്വഭാവം വീണ്ടും മാറി. അവർ അയാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. അതോടെ ബേബി കണ്ണന് കാര്യം മനസ്സിലായി. ഇതെല്ലാം കറുപ്പുസ്വാമിയുടെ കളിയാണെന്ന്. ആ കവാടത്തിനുള്ളിലാണ് കറുപ്പുസ്വാമിയുടെ ഏരിയ. അതിനുള്ളിൽ ഒരു ക്രൈം നടക്കാത്തതിന് കാരണവും ഈ കറുപ്പുസ്വാമിയുടെ ശക്തി ഉള്ളതുകൊണ്ടാണ്. ബേബി കണ്ണൻ ഇതെല്ലാം ജഡ്ജിയെ വിളിച്ച് കാണിക്കുന്നു. ജഡ്ജിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വീണ്ടും ജഡ്ജിയും രാജാ കണ്ണനും ബേബി കണ്ണനും ഒന്നിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്നിട്ട് പ്രീതിയെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അവൾ കേസൊന്നും കോടതിയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കൂടെ ഉണ്ടായിരുന്ന കറുപ്പുസ്വാമി അവളോട് കവാടത്തിനുള്ളിലേക്ക് വണ്ടി കയറ്റാൻ പറയുന്നു. പുറത്ത് തനിക്ക് ശക്തിയില്ല എന്നും പറയുന്നുണ്ട്. കവാടത്തിനുള്ളിലേക്ക് കയറിയതും കറുപ്പുസ്വാമി അവരെയെല്ലാം ആക്രമിക്കുന്നു. ഇതെല്ലാം നേരിക്കണ്ട ജഡ്ജി ശരിക്കും വിയർത്തുപോയി. മനുഷ്യനോടല്ല നമ്മൾ കളിക്കുന്ന ദൈവത്തിനോടാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. എന്നാൽ ബേബി കണ്ണന് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജഡ്ജി പറയുന്നുണ്ട് കറുപ്പുസ്വാമിക്ക് ആ ഏരിയയിലെ ശക്തി ഉള്ളത്. ഞാൻ ആ നാട് വിട്ടു പോവുകയോ വേറെ ഏതെങ്കിലും കോടതിയിലേക്ക് പോവുകയോ ചെയ്യാം. നീയും കോടതി മാറിക്കോ, അതാ നല്ലത്. നീ ആരോടാണ് കളിക്കുന്നത്, ആരെയാണ് എതിർക്കാൻ ശ്രമിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ജഡ്ജി ബേബിയോട് പറയുന്നുണ്ട്. എന്നാൽ തന്റെ കോടതി, അതായത് ഈ ജഡ്ജിയും ബേബി കണ്ണനും ഉൾപ്പെടുന്ന കോടതി അവിടെ നിന്നും മാറ്റി മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്നാണ് ബേബി കണ്ണൻ പറയുന്നത്. എന്നാൽ കോടതിയുടെ അറ്റകുറ്റപ്പണി തീർക്കാൻ വേണ്ടിയിട്ട് പോലും സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയുള്ളപ്പോ കോടതി മാറ്റാനായിട്ട് എങ്ങനെ സാധിക്കും? എന്നാൽ ആ കോടതി മാറ്റാൻ വേണ്ടിയിട്ട് ബേബി കണ്ണൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജഡ്ജിയെ കൊന്നിട്ട് തന്റെ ആളുകളെയെല്ലാം കൂട്ടി ആ കോടതി മുഴുവൻ തകർക്കും. അങ്ങനെ തകർത്ത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ കെട്ടിടത്തിന്റെ ഉള്ളിൽ ആ ബോഡി കൊണ്ടേയിട്ട് കോടതി ഇടിഞ്ഞു വീണാണ് ജഡ്ജി മരിച്ചതെന്ന് വരുത്തി തീർക്കും. അങ്ങനെ തന്റെ കൂടെ ഉണ്ടായിരുന്ന വക്കീലുമാരെ എല്ലാം വിളിച്ചുകൂട്ടി സമരം ചെയ്ത് കോടതി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അനുമതി നേടുകയും ചെയ്തു. പ്രീതി നേരത്തെ ആഗ്രഹിച്ച പോലെ ഒരു വലിയ ഏരിയയിലാണ് ആ കോടതി ഉണ്ടായിരുന്നത്. പുതിയ കോടതി പ്രവർത്തനം ആരംഭിച്ചു. അവിടെയെല്ലാം ബേബി കണ്ണന്റെ കൺട്രോളിൽ തന്നെയായിരുന്നു. പഴയ ജഡ്ജി മരിച്ചത് കാരണം കോടതിയിൽ പുതിയ ജഡ്ജിയും വന്നു. കൺമണിയുടെ കേസിൽ അവസാനത്തെ വിധി ദിവസമാണ്. തന്റെ ക്രോസിംഗ് സ്റ്റേറ്റ്മെന്റ് പേപ്പറിൽ എഴുതി
എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബേബി കണ്ണൻ ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കുന്നു. എന്നാൽ ഈ പ്രാവശ്യം തന്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റും ഈ പേപ്പറിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രീതിയും ഒരു പേപ്പർ കൊടുക്കുന്നു. എന്നാൽ പ്രീതിയുടെ പേപ്പർ തുറന്ന ജഡ്ജി ശരിക്കും വിയർത്തുപോയി. അയാൾ പാനിക്കായി. ബേബി കൊടുത്ത കൈക്കൂലി വാങ്ങിക്കാതെ പ്രീതി കൊടുത്ത പേപ്പറിലേക്ക് നോക്കിക്കൊണ്ട് വിധി പറയുകയായിരുന്നു. മന്ത്രി പാണ്ഡ്യൻ കുറ്റക്കാരനായതുകൊണ്ട് അയാൾക്ക് 3 വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിക്കുകയും കൺമണിക്ക് നഷ്ടപരിഹാരമായിട്ട് 75 ലക്ഷം രൂപ വിധിക്കുകയും ചെയ്തു. ഈ വിധി കേട്ട് കൺമണിയും പ്രീതിയും എല്ലാവരും സന്തോഷിച്ചു. എന്നാൽ പാണ്ഡ്യനും ബേബിയും ഞെട്ടിയിരിക്കുകയായിരുന്നു. എന്നാൽ ജഡ്ജി ഇത് പറയുന്നതിന് കാരണം എന്താണെന്നുള്ള കാര്യം ബേബിക്ക് മനസ്സിലായില്ല. ജഡ്ജി ബേബിയോട് പറയുന്നുണ്ട്, തനിക്ക് കൈക്കൂലി തന്ന് കേസ് ജയിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ബേബി കണ്ണനെതിരെ ആക്ഷൻ എടുക്കുകയാണ്. ബേബി കണ്ണൻ ഇനി ആ കോടതിയിൽ വാദിക്കാൻ പറ്റില്ല. ദേഷ്യത്തോടു കൂടി അയാൾ പ്രീതിയോട് ചോദിക്കുകയാണ്, നീയും ജഡ്ജിക്ക് കൈക്കൂലി കൊടുക്കാൻ തുടങ്ങിയോ എന്ന്. എന്നാൽ പ്രീതി പറയുകയാണ് താൻ ഒരു കൈക്കൂലിയും കൊടുത്തിട്ടില്ല എന്ന്. അവൾ കൊടുത്ത പേപ്പറിൽ ഉണ്ടായിരുന്നത് കറുപ്പുസ്വാമിയുടെ പേരും ഒരു അരിവാളിന്റെ പടവുമാണ്. ജഡ്ജി ശരിക്കും കറുപ്പുസ്വാമിയുടെ ആ വാള് കണ്ട് പേടിച്ചുപോയി. അയാളും ഒരു കറുപ്പുസ്വാമി ഭക്തനായിരുന്നു. ഇതെല്ലാം കറുപ്പുസ്വാമിയുടെ ഐഡിയ ആയിരുന്നു. ദൈവത്തിന്റെ അടുത്ത് നീതി തേടി വരുന്നത് പോലെയാണ് ജനങ്ങളെല്ലാം കോടതിയിലേക്ക് വരുന്നത്. അവിടെ നീതി നടപ്പാക്കി കിട്ടിയില്ലെങ്കിൽ ജനങ്ങളെല്ലാം എന്നോട് വന്ന് ചോദിക്കും. അതുകൊണ്ട് എന്നെ പേടിച്ചിട്ടെങ്കിലും ഈ ജഡ്ജിമാരെ നീതി നടപ്പിലാക്കണം എന്നതായിരുന്നു കറുപ്പുസ്വാമിയുടെ ലക്ഷ്യം. കറുപ്പുസ്വാമിയുടെ ശക്തിയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കാനും തുടങ്ങി. കൂടാതെ കോടതി വെളുപ്പിൽ കറുപ്പുസ്വാമിയുടെ ഒരു അമ്പലവും ഉണ്ടായിരുന്നു. എന്നാൽ ബേബി കണ്ണൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല കോർട്ട് മാറ്റുന്ന സ്ഥലത്ത് വീണ്ടും കറുപ്പുസ്വാമിയുടെ ഒരു അമ്പലം ഉണ്ടാകുമെന്ന്. എന്നാൽ ഇത് പഴയ കറുപ്പുസ്വാമി ആയിരുന്നില്ല. ഓരോ ഏരിയയ്ക്കും ഓരോ കറുപ്പുസ്വാമിയാണ്. ഇവിടെ ഉണ്ടായിരുന്നത് വേറൊരു കറുപ്പുസ്വാമിയാണ്. അങ്ങനെ വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഇനാഗുറേഷന്റെ സമയത്ത് ബേബി കണ്ണൻ അങ്ങോട്ട് ദേഷ്യത്തോടെ കടന്നു വരികയും കറുപ്പുസ്വാമിക്ക് ശക്തി ഉണ്ടെങ്കിൽ വന്ന് നേരിട്ടെ എന്ന് പറഞ്ഞ് പ്രീതിക്ക് നേരെ വെടിവെക്കുകയും ചെയ്യുന്നു. എന്നാൽ കറുപ്പുസ്വാമിയെ പ്രതീക്ഷിച്ചിരിക്കുന്ന ബേബി കണ്ണന്റെ മുമ്പിലേക്ക് പോലീസ് വേഷത്തിലാണ് ഇത്തവണ സ്വാമി എത്തുന്നത്. അതിനുശേഷം സ്വാമി തന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. സ്വാമിയെ ആക്രമിക്കാൻ വന്ന എല്ലാവരെയും സ്വാമിയും തിരിച്ചാക്രമിക്കുന്നു. ഒരുപാട് അവസരങ്ങൾ കൊടുത്തിട്ടും ബേബി കണ്ണൻ അതൊന്നും ചെയ്യാത്തതുകൊണ്ടും തന്റെ തെറ്റുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചതുകൊണ്ടും ബേബി കണ്ണന്റെ തലയിറക്കുന്നു. കോടതിയിലേക്ക് നീതിക്ക് വേണ്ടി വരുന്നവരെ അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കറുപ്പുസ്വാമി അവിടെ നിന്നും പോയി. അതിനുശേഷം പ്രേതം എന്ന് വിളിച്ച ഷൺമുഖന് താൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിനുള്ള തെളിവ് അയാൾക്ക് കിട്ടി. 30 വർഷമായിട്ട് നീതി ലഭിക്കാതിരുന്ന അയാൾക്ക് നീതി ലഭിച്ചു. കൂടാതെ ആ ദമ്പതിമാർക്കും നീതി ലഭിച്ചു. അങ്ങനെ ഓരോരുത്തരുടെയും കേസ് അവിടെ സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ നമ്മുടെ പ്രീതിയും സ്ഥിരം ബിരിയാണി കഴിക്കുന്ന ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്ന സുകുമാരനെയും മകളെയും കാണുന്നുണ്ട്. അങ്ങനെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും കറുപ്പൻ ഒരു പരിഹാരം കാണുന്നതും കാണിച്ചുകൊണ്ട് ഈ സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്.